1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് മിഷൻ വീടുകളിൽ താമസിക്കുന്നവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താൻ തയ്യാറല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ കേന്ദ്ര സർക്കാർ സഹായം നിലച്ചെന്ന് മുഖ്യമന്ത്രി. പാവങ്ങൾക്കുള്ള വീട് നിർമ്മാണം എങ്ങനെ പൂർത്തീകരിക്കാനാകുമെന്ന് ഇനിയും ഗൗരവമായി LDF ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് പദ്ധതി രാജ്യത്തിന് മാതൃക. ലൈഫ് ഭവന പദ്ധതിയിൽ 5,364 വീടുകൾ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ലൈഫ് തുടരുമെന്നും പ്രഖ്യാപനം. ഇപ്പോൾ 5 ലക്ഷം വീട് പൂർത്തീകരിച്ചു. ഇതിന്റെ ഭാഗമായി കുറച്ച് വീടുകൾ കൂടി പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ഞങ്ങൾ ഈ പദ്ധതി ആകെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നിരവധി പാവങ്ങൾ വീട് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. അവർക്കുള്ള വീട് നിർമ്മാണം എങ്ങനെ പൂർത്തീകരിക്കാനാകുമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ തയ്യാറാകുന്ന മുന്നണിയാണ് LDF. പദ്ധതിക്ക് ചെലവായ 20,000 കോടിയിൽ 18,000 കോടിയും സംസ്ഥാനം ചെലവിട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് വീടുകളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ലോഗോയും ചിലരുടെ ഫോട്ടോയും വെക്കണമെന്ന നിർദ്ദേശം തള്ളിയതിനാൽ കേന്ദ്രത്തിന്റെ സഹായം നിലച്ചെന്ന് മുഖ്യമന്ത്രി. വീടുകളിൽ താമസിക്കുന്നവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താൻ തയ്യാറല്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞു. ലൈഫിന്റെ ഭാഗമായുള്ള വീടുകൾ പൂർത്തിയായാൽ ആ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ചിലരുടെ ഫോട്ടോ, ചില കാര്യങ്ങൾ എഴുതി വെക്കൽ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇത്ര ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിന്റെ മുന്നിലും ഒരു ലോഗോയും ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൈയടിക്കാൻ അറിയാം. ഞാൻ വിചാരിച്ചു. തൃശൂർ വടക്കഞ്ചേരിയിൽ ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം മുടക്കിയതിൽ പ്രതിപക്ഷത്തിനും വിമർശനം. ലൈഫ് മിഷനിലൂടെ യഥാർത്ഥ കേരള സ്റ്റോറി ഒരിക്കൽ കൂടി രാജ്യം കാണുകയാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ലൈഫിനായി 2.61 ഏക്കർ സംഭാവന ചെയ്ത K സുകുമാരൻ വൈദ്യരെയും ലൈഫ് മിഷന് പിന്തുണ നൽകിയ K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ഹഡ്കോ, KURD FC, ഇൻഫർമേഷൻ കേരള മിഷൻ എന്നീ സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.